പ്രിയസരവും സ്നേഹത്തിനും പ്രയത്നമൊക്കെ എല്ലാവർക്കും സ്വാഗതം. സ്തോത്രഭാഗം നമ്മുടെ ദൈവം കാത്തുരക്ഷിക്കുന്നു പറയാം. സ്നേഹിതരും പ്രയർ ഫാമിലിയും നമുക്ക് ഒരുമിച്ച് ചേർന്നുള്ള ദൈവത്തെ എനിക്കൊരു ഉത്തമ ഗീതമാണ് പാട്ട് ചേർന്നുപാടി നമുക്ക് ദൈവത്തെ മാറ്റപ്പെടുത്താം.
ഹാലലുയ അനുഗ്രഹപ്പെട്ടൊരു പാട്ടുപാടും കർത്താവ് സഹായിച്ചവൻ കൊടുക്കാൻ നന്ദിയോട് ശുശ്രൂഷ ഏറ്റവും തിരുവനന്തപുരം നമുക്ക് പ്രാർത്ഥിക്കുക. ഹാലലുയ സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം 12 മണിക്കൂർ കടത്തുവായിരുന്നു സന്തുലിയാണോ ലോകത്ത് മാറ്റപ്പെട്ട പനയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ വെറുപ്പിന്റെ അവസരമാക്കുക. സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ രാത്രികാല സ്നേഹത്തിനും ഫാമിലിയായി അനേകം കർത്താവെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രികാലം കർത്താവെ ഒരുമിച്ചായിരിക്കും സ്വർഗ്ഗത്തിൽ വരുവാനായ ദൈവോട് സഹായിച്ചു വന്നു കൊടുക്കാൻ നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം കർത്താവ് കണ്ണീരും കാലിനും വീശുന്നു പ്രാണമരണത്തിനും കർത്താവെ കാത്തുവലിച്ച് നടത്തി എല്ലാവിധക്കായി പ്രാർത്ഥന ആപത്തന്തങ്ങൾ രോഗുക്കളെ വാർച്ചയാതെ എല്ലാം കർത്താവ് കടന്നു വരാനും പിടിപെടാവുന്ന സ്ഥാനത്തെല്ലാം കർത്താവിന്റെ ഉള്ളം കൈ വഹിച്ച് മാറോടാണ് ഓരോ ദിവസം കർത്താവ് കൺമണി പോലെ അവിടുന്ന് കാത്തുവലിക്കാൻ വൻകുറുപ്പക്കാർ നന്ദിയോട് സൂചിക്കുന്നു. സ്തോത്രം കോഴി തന്നെ കുഞ്ഞിനെ ചെറിയ ആമെ മറിക്കുന്ന പോലെ കഴിഞ്ഞ തന്നെ കുഞ്ഞിന് ചെറിയ മീത വഹിക്കുന്ന പോലെ ഓരോ ദിവസം കർത്താവെ അപ്പൊ അങ്ങ് സൂക്ഷിച്ച് നടത്തുന്ന എല്ലാവിധം ഓരോ ദിവസം കൂട്ടുകാരി പരമായി അവിടുന്ന് ആൺതരം കൊണ്ട് അഭിഷേകം ചെയ്ത് അവിടുന്ന് വഴി നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം നിങ്ങൾ ഒരിക്കലും അനാഥരായി കൈവിടിയില്ല ഉപേക്ഷിക്കുമില്ല. അങ്ങ് തിരുവനന്തപുരം വായിക്കുന്ന പോലെ ഈ രാത്രിക്കാലം അപ്പന്റെ കരം കൂടി സഹായം ശക്തമായ വചന സൃഷ്ടിപ്പ നിന്റെ ദാസനകളും കരങ്ങൾ ഉപയോഗിക്കുക. വചനത്തിന്റെ ആഴങ്ങൾ മർമ്മങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തണം. പുരുഷന്റെ മറിഞ്ഞ് സംസാരിക്കുക അധികാരപ്പെടുത്തണമേ നമ്മോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ രാത്രികാല വിദേശത്തും സ്വദേശത്തും ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് കത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഈ രാത്രി ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ പാകവട്ടിലായിരിക്കുക. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുവാദത്തിലും വിടുതലായത്തിലും താവടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം താവേ അല്ലെങ്കിൽ വിവിധ രോഗങ്ങളെ ഭാരപ്പെടുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലത്ത് വചന ശുശ്രൂഷയിൽ ഒരു മേറുക്കൾ സംഭവിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേ ഹാലലിന്റെ ദാസി പറയുമ്പോൾ അതിൽ തുള്ളിലൂടെ പുറപ്പെടുന്ന ഓരോ വാക്കുകളും ഓരോ രോഗികളുടെ മേൽ സൗഖ്യം വ്യാപരിക്കും. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ രാത്രികാലം പകരണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. ഇരിക്കുന്ന ഇടം മാറുന്നങ്ങി ആരാൽപ്പ മഹത്വപ്പെടുത്തുക. രോഗസൗഖ്യം ഏറ്റെടുത്ത് കടക്കവിട്ട് എഴുന്നേൽപ്പ അപ്പൊ അവിടെ സഹായിക്കുമാറാണമേ എന്നോർത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വേദനമില്ലാത്ത വചനം അനേക ഉള്ളങ്ങളെ ക്രിയ ചെയ്യുമാറാണ് പ്രാർത്ഥന. അനേക രോഗികൾ സൗഖ്യമാകുക. പാവികൾ മനംതിരിയും പിന്മാറ്റക്കാരെ മടങ്ങി വരുവാൻ രോഗികൾ സൗഖ്യമാകുക. കർത്താവെ ഇടയാക്കണമോ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ ഹല്ലേലൂയ. കർത്താവെ വചനം ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണി ഈ രാത്രിക്കാലം ചലിക്കപ്പെടുക. കർത്താവ് ഇടയാക്കണമോ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിക്കാലം മുഖപക്ഷം കൂടാതെ ദൈവദൂതകൾ വിളിച്ചു പറയുക. ആലോചന വിളിച്ചു പറയുന്നുണ്ട്. ദാസനെ ശക്തിയും ബലപ്പെടുത്തണമേ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിലും മതിയായ ദൈവമാകിയ ഈ രാത്രികാലത്തിന്റെ ദാസനിലൂടെ അതരത്തിലൂടെ പുറപ്പെടുന്ന ഓരോ വാക്കും ഓരോ വ്യക്തികളും അനുഗ്രഹമായി തരുവാ. ഒരു ബ്ലെസ്സിങ് ആയി തരുക. അപ്പൊ അവിടുന്ന് ഇടയാക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. തിരുമേനി കൂടി സഹായിക്കണം. സമസ്ത വിശ്വാസത്തിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തും. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം 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 മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ വചനവുമായി സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ദൈവമക്കളോട് ഒരുമിച്ച് ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൽ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ഇന്ന് രാത്രി ഹല്ലേലൂയ സർവാശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളെ ചറ്റി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്നയോളം നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി കരുണയ്ക്കായി നന്ദിയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. പകലിൻ്റെ മണിക്കൂറുകൾ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യം താങ്ങായി തണലായി നമ്മോട് കൂടെയിരുന്ന് നമ്മെ ജയത്തോടെ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിൻ്റെ കരുണയ്ക്കായി നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ദൈവം ആമേൻ കൂട്ടുകാരൻ പരമായി ആനന്ദ തൈലം കൊണ്ട് അവിടുന്ന് അഭിഷേകം ചെയ്ത് ഓരോ നിമിഷവും നമ്മെ കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ ആമേൻ നമ്മെ ആമേൻ അതെ അവിടുന്ന് ഈ പകലിലും ജയത്തോടെ നടത്തിയല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിൻ്റെ കരുണയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എത്ര സ്തുതിച്ചാലും എത്ര വർണ്ണിച്ചാലും മതി വരാത്ത ആമേൻ അതെ ദാനങ്ങൾ കൊണ്ട് അനുദിനം നമ്മെ നടത്തുന്ന നല്ല കർത്താവിൻ്റെ മകനീയ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ സന്തോഷത്തോടെ ആ കരങ്ങളിൽ തട്ടി ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലും ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ ആമേൻ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. സർവകൃപാലുവായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാരംഭത്തിൽ ആമേൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സർവാശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത് കരുതുന്നവനാണ്. നമ്മുടെ കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അവൻ്റെ സൗഖ്യത്തിനായി, അവൻ്റെ വിടുതലിനായി ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 18 വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 18 വാക്യം. പ്രൈസ് ദി ലോർഡ്. യേശു കരുതലുള്ള രക്ഷകനാണ്. ഹല്ലേലൂയ. യേശു കരുതലുള്ള രക്ഷകനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. അവന്റെ പേര് യേശു എന്നാണ്. അവൻ കരുതുന്ന ദൈവമാണ്. അവനെ അനുഗമിച്ച പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെയാ പറഞ്ഞത്, അവൻ നമുക്കായി കരുതുന്നവനാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ അവൻ നമുക്ക് വേണ്ടി നല്ലതൊന്ന് കരുതുന്ന ഒരു നല്ല കർത്താവ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എന്നെ കരുതുവാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ സംരക്ഷിപ്പാൻ ആരുമില്ല, എന്നെ പുലർത്തുവാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് ഒതുങ്ങിപ്പോകത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് ആമേൻ വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ ആകുലതകൾ കൊണ്ടുവന്ന് കണ്ണീരും ദുഃഖവും പേറി കഴിയത്തക്ക വിധത്തിൽ ആശയറ്റവരായി കഴിയുമ്പോൾ ഇന്ന് രാത്രി പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി നമ്മെ നിറയ്ക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ എന്നോട് ചേർന്ന് ഹല്ലേലൂയ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ നമ്മുടെ അരികിലേക്ക് വരുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഇത് ദുഷ്ടനും പാപിക്കും ആമേൻ അത് പരിഹാസിക്കും അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യമല്ല. ആമേൻ ഇത് ഒരു ദൈവ പൈതലിന് അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി ജീവിക്കുന്ന ഒരു വ്യക്തി അനാഥനാണെന്ന് തോന്നത്തക്ക വിധത്തിൽ പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ
നടുവിലൂടെ കടന്നു പോകുമ്പോൾ അവൻ അനാഥനല്ല. അവനെ വീണ്ടെടുക്കുവാൻ ആമേൻ ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനയിൽ ജനിച്ച യേശു അവനെ അനുഗമിക്കുന്ന തന്റെ ജനത്തോടായി ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആമേൻ. നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ, അഗ്നി ചൂളയിലൂടെ കടന്നു പോകുമ്പോൾ, ആമേൻ അതെ പെരുവെള്ളത്തിന്റെ ആമേൻ അനുഭവത്തിൽ, നദിയുടെ അനുഭവത്തിൽ, യോർദാന്റെ അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ, അതെ ഞാൻ കൈവിടുകയില്ല, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിങ്ങളെ ആമേൻ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. ആമേൻ. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നിരാശപ്പെടേണ്ട. ആമേൻ. ഭാരപ്പെടേണ്ട. ആമേൻ. ഇന്ന് രാത്രി നിന്റെ കഷ്ടത കണ്ടുകൊണ്ട്, നിന്റെ വേദന കണ്ടുകൊണ്ട്, നിന്റെ പ്രയാസം കണ്ടുകൊണ്ട് അകന്നു പോകുന്നവര് നിനക്ക് ചുറ്റുമുണ്ടായേക്കാം. എന്നാൽ ഇസ്രായേലിന്റെ കഷ്ടത കണ്ട്, അവരുടെ നിലവിളി കേട്ട്, അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് മോശയിലൂടെ ഇറങ്ങി വന്ന ദൈവം ഇതാ യേശുവിലൂടെ 2021 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഇന്നും ആ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ആമേൻ പകർച്ച ഇന്ന് രാത്രിയിലും നിന്റെ മേൽ പകരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങൾ ഇന്ന് രാത്രി മീഡിയയിലൂടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നിന്റെ കഷ്ടതയിൽ, നിന്റെ വേദനയിൽ, നിന്റെ പ്രതികൂലത്തിൽ, നിന്റെ പ്രതിസന്ധിയിൽ ആമേൻ ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ചുയർത്തുന്ന കർത്താവിന്റെ മഹനീയ സാന്നിധ്യത്തിനായി ഒരിക്കൽ കൂടെ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതെ, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. 20ഉം 21ഉം അധ്യായങ്ങൾ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 20-21 അധ്യായങ്ങൾ. ഹല്ലേലൂയ. വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആമേൻ അതെ മരണപ്പെട്ട് അടക്കം ചെയ്തതിന് ശേഷം ഉയർത്തെഴുന്നേറ്റിട്ട് ഈ ഭൂമിയിൽ തന്റെ ശിഷ്യന്മാർക്ക് അതെ പ്രത്യക്ഷമായ വിവരങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഒരർത്ഥത്തിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അവരിൽ വന്നപ്പോൾ അവൻ അവരിൽ വന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് അത് വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ആമേൻ. ഇന്ന് രാത്രി ആമേൻ അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. യേശുവിനെ ഒരുപക്ഷെ അറിയാമായിരിക്കാം, ഒരുപക്ഷെ യേശുവിന്റെ ചിത്രം കണ്ടിട്ടോ, യേശുവിന്റെ ക്രൂശിത രൂപം കണ്ടിട്ടോ, യേശുവിന്റെ ക്രൂശ് കണ്ടിട്ടോ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പലരും പറയുന്നത് കേട്ടിട്ടോ, പലരും പാടുന്നത് കേട്ടിട്ടോ, എങ്ങനെയെങ്കിലും യേശുവിനെ കുറിച്ച് ആമേൻ അറിയാമായിരിക്കാം. എന്നാൽ അറിയേണ്ടതുപോലെ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നെങ്കിൽ മാത്രമേ ആ ക്രിസ്തുവിലൂടെയുള്ള ആ സൗഖ്യം, ആ വിടുതൽ, ആ സമാധാനം, ആ നിത്യത, ആ സന്തോഷം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വചനം പറയുന്നു, റോമാലേഖനം 8:9, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. ഈ ഭൂമിയിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ, ഒരു ദൈവ പൈതലായി ജീവിക്കാൻ, ഒരു ദൈവ മകനായി മകളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവരുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. അത് ഉയരത്തിലെ ആത്മാവാണ്, അത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ ആത്മാവുള്ളവർ ഹല്ലേലൂയ ആമേൻ അത് അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരും. അവന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ആമേൻ തന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു വേദഭാഗം ആമേൻ അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ എന്ത് ചെയ്യും, ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കുക, ഒരു നാളും ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ യേശു കർത്താവ്
ആമേൻ അവരോട് പറയുകയാണ്, ഇപ്പോൾ ഞാൻ അല്പകാലത്തേക്ക് നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയാണെങ്കിലും ആമേൻ ഞാൻ പോകുന്നത് അതെ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കുവാൻ വേണ്ടിയാണ്. ആമേൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ടിരുത്തുവാൻ ഞാൻ പോയതുപോലെ മടങ്ങി വന്ന് നിങ്ങളെ ചേർക്കുമെന്നുള്ള ആ പ്രത്യാശ ഇന്ന് രാത്രിയിലോ ആമേൻ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അവനെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ അനാഥരായി വിട്ടിട്ട് പോകുകയല്ല, ഞാൻ പോയാൽ അത് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. അവൻ വന്ന് സകല സത്യത്തിലും നിങ്ങളെ എന്ത് ചെയ്യും? വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ ആത്മ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് ആമേൻ അതെ പിതാവിന്റെ അടുത്തേക്ക് കയറിപ്പോയത് ആമേൻ നമുക്ക് ആമേൻ ഒരു ഭവനം ഉണ്ടാക്കുവാൻ, നമുക്കൊരു സ്ഥലമുണ്ടാക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ആമേൻ അതെ മടങ്ങി വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാ. അതിനു മുമ്പ് മധ്യാകാശത്തിൽ വരുമ്പോൾ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ ഒരു കൂട്ടം ഇവിടുന്ന് എടുക്കപ്പെടേണ്ടതിന് പരിശുദ്ധ ആത്മാവിനാൽ അത് സഭയെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവ സഭയുടെ നാഥൻ സ്ഥാപിച്ച സഭയുടെ പണി പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഇന്ന് രാത്രിയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നടക്കുമ്പോൾ കരുതലുള്ള രക്ഷകനാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അവനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടൊപ്പം ഉണ്ടായിരുന്നതിനാൽ പിശാചിന് ആമേൻ അതെ പിശാച് പീഡിപ്പിച്ച എല്ലാവരെയും അവൻ അത് സുഖപ്പെടുത്തുകയും അവൻ വിടുവിക്കുകയും നന്മ ചെയ്യുകയും ചെയ്തതായ നിരവധി വേദഭാഗങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിൽ അവൻ നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും അത് പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി അറിയാതെ പോകരുത്. ഹല്ലേലൂയ. ആമേൻ. നസ്രനായ യേശുവിനെ ആമേൻ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. പ്രൈസ് ദി ലോർഡ്. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തതും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇന്ന് രാത്രി അതറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ അസാധ്യമായ മേഖലകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം എവിടെ ചലിച്ചിട്ടുണ്ടോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അത് വിശ്വസിക്കുന്നവരുടെ മേൽ ആ ആത്മാവിനെ പകരുവാൻ ദൈവം ശക്തിയുള്ളതാണ്. ആ ശക്തിയുള്ള ഉൾനട്ട വചനം ഇന്ന് രാത്രി നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിലും ആ ആത്മാവിനെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതെ മത്തായി സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ ഈ കർത്താവ് യേശു ആമേൻ അതെ യേശു എന്ന നാമം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവ് ആമേൻ അതെ സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, ദൈവപുത്രനായ ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മെ പോലെ ജീവിച്ചപ്പോൾ ഹല്ലേലൂയ യോഹന്നാൻ കൈ കീഴിൽ അവൻ സ്നാനപ്പെടുവാൻ തയ്യാറായി. ആമേൻ. സ്നാനം ഏറ്റ ഉടൻ തന്നെ അവൻ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ തന്റെ മേൽ ഇറങ്ങി വന്നത് അവൻ കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ സ്നാനം എങ്ങനെയായിരിക്കണമെന്നും അവൻ ആരുടെ കീഴിൽ സ്നാനപ്പെടണമെന്നും ഒക്കെ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ കൊടുത്തയച്ച തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ആമേൻ, നിങ്ങൾ ഭൂലോകത്തേക്കെയും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15, 16, 17 വാക്യം. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞ അരുമനാഥന്റെ വാക്ക് കേട്ട് അവനെ വിശ്വസിച്ച് വിശ്വസ്തനെന്ന് എണ്ണി വേലക്കാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരിലൂടെ സ്നാനപ്പെടുന്നവർ
വിശ്വസിക്കുന്നവരെക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന മാനവരാശിയോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവം ആമേൻ തന്റെ ദൗത്യം വെളിപ്പെടുത്തി, തന്റെ പദ്ധതി വെളിപ്പെടുത്തി. ഇന്ന് രാത്രി അവന്റെ പദ്ധതിയുടെ ഭാഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് അത് യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട ആമേൻ അതെ ദൈവപുത്രനായ ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്നാനപ്പെടുന്നവർക്കായി സ്വർഗം ആമേൻ അതെ സംസാരിക്കും, സ്വർഗം ഇടപെടും. അത് രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, ലോകം വേണ്ട ആമേൻ അതെ പോകണം യേശുവിൻ പാത നോക്കി ആമേൻ നിത്യതയ്ക്ക് വേണ്ടി ആമേൻ വിശുദ്ധിക്ക് വേണ്ടി അതെ വില കൊടുത്ത് നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ ആരും സംസാരിക്കാൻ തയ്യാറല്ലെങ്കിലും, നിനക്ക് വേണ്ടി ആരും പ്രവർത്തിക്കുവാൻ തയ്യാറല്ലെങ്കിലും, നിന്നെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവായ ദൈവം അതെ നീതിയോടെ വിശുദ്ധിയോടെ ജീവിക്കുന്ന നിനക്ക് വേണ്ടി സംസാരിപ്പാൻ പ്രവർത്തിപ്പാൻ ശക്തിയുള്ളവനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. 4-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, പിന്നെ യേശു ഗലീലയിലേക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ആമേൻ. അവന്റെ ശ്രുതി സുറിയയിൽ ഒക്കെയും പരന്നു. ആമേൻ. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ആമേൻ അതെ ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കരുണാമയന്റെ അടുക്കൽ വരുന്നവരെ അവൻ ആമേൻ ഒരു നാളും അനാഥനായി വിടുകയില്ല. ചെകിടർക്ക് കേൾവി കൊടുത്തവൻ, കുരുടർക്ക് കാഴ്ച കൊടുത്തവൻ, ആമേൻ ഊമർക്ക് ആമേൻ സംസാരിക്കുവാൻ കഴിവ് കൊടുത്തവൻ, ഹല്ലേലൂയ മുടന്തനെ നടത്തുമാറാക്കിയവൻ, രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവനിൽ നിന്നൊരു ശക്തി പുറപ്പെട്ട് സൗഖ്യമായ ആമേൻ ചരിത്രം തിരുവചനത്തിന്റെ താളുകളിൽ അതെ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആമേൻ അതെ ഇന്ന് രാത്രി നിന്റെ സൗഖ്യത്തിന്, നിന്റെ വിടുതലിന് ആമേൻ അതെ കാരണമായി തീരുവാൻ തക്കവണ്ണം അത് വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ അഭിഷേകത്തെ ഇന്ന് രാത്രിയിലും കേൾക്കുന്ന വചനം വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തിയുള്ളവനെന്ന് അതേ തിരുവചനം അതേ രേഖപ്പെടുത്തിയിരിക്കുന്നു, അതേ വചനം വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നവരെ അവൻ ഒരു നാളും അനാഥനായി വിടുകയില്ല. ആമേൻ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പാസ്റ്ററുടെയോ ഒരു ആമേൻ ലേബലിന്റെയോ അടുത്തേക്കല്ല. അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആമേൻ അത് വ്യക്തികളോട് ആമേൻ തിരുവചനം പങ്കിടുമ്പോൾ ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ അംഗങ്ങൾ ആമേൻ ആഗ്രഹിക്കുന്നത് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിനെ അറിയണം, കർത്താവിനോട് അടുക്കണം, കർത്താവിനോട് പറ്റിച്ചേരണം. കാരണം കർത്താവാണ് വിടുവിക്കുന്നവൻ, കർത്താവാണ് ഉയർത്തുന്നവൻ. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചന സത്യങ്ങൾ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന പേരിൽ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുന്നതിന്റെ പിന്നിൽ ഒറ്റ ഉദ്ദേശമുള്ളൂ. ഇന്ന് രാത്രി നീ വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയതുപോലെ വന്ന് നിങ്ങളെ ഞാൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് ഇരുത്തുവാനായി മടങ്ങി വരും. ഇന്ന് രാത്രി ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ഇതേ ദൗത്യം അപ്പോസ്തല പ്രവർത്തികളുടെ ചരിത്രം ആമേൻ താളുകളിൽ മറിച്ച് നമ്മൾ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ ആമേൻ 120 പേര്
കൂടിയിരുന്ന മാളിക മുറിക്കകത്ത് പകർന്ന അഭിഷേകത്തോടെ ഇന്നും സഭയുടെ യാത്ര വിശ്വസിക്കുന്നവരിലൂടെ ദൈവം ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന താങ്കളെ സുഖപ്പെടുത്തുവാൻ, സൗഖ്യമാക്കുവാൻ, അതെ താങ്കളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ ഉതകുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ച വചനം പ്രസംഗിക്കുന്നവരിലൂടെ, വചനം വായിക്കുന്നവരിലൂടെ, വചനം കേൾക്കുന്നവരിലൂടെ ഇന്നും വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അത് കർത്താവിന്റെ വരവും വരെയും സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്നത് വരെയും സംഭവിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ശ്രോതാവേ, ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ, നിന്നിൽ അതേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ശക്തിയുള്ളതാ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയുമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ, നീ വിശ്വസിക്കുവാൻ തയ്യാറായ അസാധ്യമായ മേഖലകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അവനൊരു ശീലമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ദേവാലയത്തിലേക്ക് എന്ത് ചെയ്യുമായിരുന്നു? പോകുമായിരുന്നു. ആമേൻ. പഴയ നിയമ ഭക്തന്മാരുടെ കാലത്ത് ആമേൻ അവർ ആണ്ടിലൊരിക്കൽ ദേവാലയത്തിൽ പോകുമായിരുന്നു. എന്നാൽ യേശുവിന് ശേഷം ആമേൻ ആലയത്തിലേക്ക് പോകുകയല്ല, എവിടെ കൂടുന്നുവോ അവിടെ ആമേൻ ദൈവ സാന്നിധ്യം ആമേൻ പകരാമെന്ന് കർത്താവ് പറഞ്ഞു. അവൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. ആമേൻ. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങി. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിലൂടെ എഴുതിയിരിക്കുന്ന തിരുവചനത്തെ താൻ തിരിച്ചറിഞ്ഞിട്ട് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ ആമേൻ അതെ മുൻപോട്ട് അത് വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവുമായി സമ്പർക്കം പുലർത്തുന്ന എല്ലാ ആളുകൾക്കും അവന്റെ സ്നേഹവും ദയയും അനുകമ്പയും അനുഭവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 8-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ അതെ കുഷ്ഠരോഗി അവന്റെ അരികിൽ വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാത്രി അതെ നിന്റെ അവസ്ഥകൾ ആമേൻ പരിഹരിപ്പാൻ കഴിയുന്നവനായ യേശുവിന്റെ അരികിലേക്ക് നീ ഒന്ന് വന്ന്, യേശുവേ ആമേൻ നിനക്ക് കഴിയുമെങ്കിൽ എന്നോ അല്ല, നിനക്ക് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ. അതെ കുഷ്ഠരോഗി ആമേൻ. കുഷ്ഠരോഗിയെ കുറിച്ച് വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയും. വളരെ അറപ്പുളവാക്കുന്ന, വെറുപ്പുളവാക്കുന്ന, ആരും ഉൾക്കൊള്ളാത്ത, ആരും കരുണ കാണിക്കാത്ത ഒരു അവസ്ഥയാണല്ലോ കുഷ്ഠ പിടിച്ച വ്യക്തികളുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ കുഷ്ഠം ബാധിച്ചവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അത്രമാത്രം അറപ്പും വെളുപ്പും ആമേൻ ആമേൻ അത് അറപ്പും ആമേൻ അത് വെറുപ്പും ഉളവാകുന്ന ഒരു ആമേൻ അവസ്ഥയാണല്ലോ കുഷ്ഠം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തിരുവചനത്തിനകത്ത് ലേവ്യ പുസ്തകം 13-ാം അധ്യായം ഹല്ലേലൂയ നിങ്ങൾ പിന്നീട് എടുത്ത് വായിക്കുക. ആമേൻ. പഴയ നിയമത്തിലെ ചില രോഗങ്ങൾ പാപത്തിന്റെ ചിത്രം അഥവാ അടയാളം ആയിരുന്നു. ആമേൻ. അവയിൽ നിന്നുള്ള സൗഖ്യം അത് ആത്മീയ സൗഖ്യത്തിന്റെ ഒരു അടയാളമാകുന്നുവെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നു. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ആമേൻ നിങ്ങൾ സമയമെടുത്ത് വായിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഹല്ലേലൂയ. ന്യായപ്രമാണ പ്രകാരം ചില പകർച്ചവ്യാധികൾ വന്ന മനുഷ്യരെ അശുദ്ധരായി കണക്കാക്കിയിരുന്നു. ആമേൻ. അത് സൗഖ്യമാകും വരെ അവർ അശുദ്ധരായി പാർക്കണമായിരുന്നു. ആമേൻ. ലേവ്യ പുസ്തകം ആമേൻ 13-ാം അധ്യായം അതിന്റെ 45, 46 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. വടവുള്ള കുഷ്ഠരോഗിയുടെ
ലജ്ജയുടെ വസ്ത്രം കീറിക്കളയണം, അവന്റെ തല മൂടാതിരിക്കണം, അവൻ അതരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം, അവൻ അശുദ്ധൻ തന്നെ, അവൻ തനിച്ചു പാർക്കണം, അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. നോക്കണമേ, സമകാലിക സംഭവങ്ങളെ വിലയിരുത്തി നോക്കിയ ഇന്ന് കോവിഡ് മഹാമാരി ആമേൻ സമ്പർക്കത്തിലൂടെ വന്നു കഴിഞ്ഞാൽ അവൻ തനിച്ച് ആമേൻ ഇരിക്കേണ്ട ഒരു അവസ്ഥ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ആമേൻ. അതെ, അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം, അവൻ അശുദ്ധൻ തന്നെ, അവൻ തനിച്ചു പാർക്കണം, അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ശുദ്ധനാകുവാൻ അപേക്ഷിക്കുന്നത് സൗഖ്യമാകുവാനുള്ള അപേക്ഷയായിട്ട് ആമേൻ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആമേൻ, പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന ഒരു ആമേൻ മഹാനായ ആമേൻ അതെ മാന്യനായ ആമേൻ ഒരു വ്യക്തിയായിരുന്നു നയമാൻ. ഹല്ലേലൂയ. നയമാന്റെ ജീവിതത്തിൽ ആമേൻ കുഷ്ഠം ബാധിക്കപ്പെട്ടിരുന്നു. ആമേൻ. തന്റെ ഭാര്യ ആമേൻ അതെ തന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലും തന്റെ അസഹ്യമായ ആ വിഷയത്തിനകത്ത് നീക്കുപോക്കില്ലാതെ നാളുകളായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ അടിമ പെൺകുട്ടി ആമേൻ തന്നെ ഒരു പ്രവാചകന്റെ അരികിലേക്ക് പറഞ്ഞയക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രാജാവായിരുന്നെങ്കിലും രാജാവിന്റെ അനുയായികൾ ആയിരുന്നെങ്കിലും സേനാപതി ആയിരുന്നെങ്കിലും തന്റെ ജീവിതത്തിലെ കുഷ്ഠത്തെ പരിഹരിപ്പാൻ തനിക്ക് നാളിതുവരെ കഴിഞ്ഞില്ല. ആമേൻ. ആ കുഷ്ഠത്തെ ശമിപ്പിക്കുവാൻ കഴിയുന്ന ഒരു പ്രവാചകനെ തന്റെ വീട്ടിൽ അടിമ പെൺകുട്ടിയായ ബാല്യക്കാരത്തി തന്റെ ഭാര്യയിലൂടെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ അതെ നയമാന്റെ കുഷ്ഠം മാറിക്കിട്ടുവാനായി ആമേൻ പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുന്നത് നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അവൻ പോകുമ്പോഴും അവന്റെ മനസ്സിനകത്ത് വല്ലാത്ത ആകുലതയും അങ്കലാപ്പും ഒക്കെയാ. ആമേൻ. പ്രവാചകൻ പറഞ്ഞത് അതുപോലെ ചെയ്യുവാൻ മനസ്സില്ലാതെ ആമേൻ അവൻ ഒഴിഞ്ഞു മാറുവാനൊക്കെ ശ്രമിച്ചെങ്കിലും അവന്റെ ജീവിതത്തിലെ കുഷ്ഠം മാറിക്കിട്ടുവാൻ അതേ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്യുവാൻ തയ്യാറായപ്പോൾ ആമേൻ തന്റെ കുഷ്ഠം തന്നെ വിട്ടു മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രി ആമേൻ ജീവിതത്തിൽ അറപ്പുളവാക്കുന്ന ആമേൻ വെറുപ്പുളവാക്കുന്ന ആമേൻ അതേ രോഗവും പേറിക്കൊണ്ട് കഴിഞ്ഞ കുഷ്ഠരോഗി ആമേൻ യേശുവിന്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, ആമേൻ നിനക്ക് സൗഖ്യമാക്കുവാൻ ആമേൻ മനസ്സുണ്ട് എങ്കിൽ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി യേശുവിന് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നവുമായി യേശുവിന്റെ അരികിലേക്ക് വന്നാൽ നിശ്ചയമായും അവൻ നിന്റെ പ്രശ്നം പരിഹരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. അതിന്റെ 3-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാ, അവൻ കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി, അവൻ ശുദ്ധയായി. പ്രൈസ് ദി ലോർഡ്. നോക്കണം, അതെ മനുഷ്യൻ കുഷ്ഠരോഗിയെ അറക്കുകയും വെറുക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആമേൻ നമ്മോടൊപ്പം ആയിരുന്ന കർത്താവ് ആമേൻ അവനെ കൈകൊണ്ട് എന്ത് ചെയ്തു? തൊട്ടു. പ്രൈസ് ദി ലോർഡ്. യേശു കുഷ്ഠരോഗിയെ തൊടുന്നത് യേശുവിന്റെ സ്നേഹത്തിന്റെയും ആ മനസ്സിലിവിന്റെയും പ്രദർശനമാണ്. ഹല്ലേലൂയ. അവിടെ വെളിപ്പെട്ടത് സ്വർഗത്തിൽ നിന്നുള്ള അവിശുദ്ധ രാജാവാണ് യേശു. ഹല്ലേലൂയ. അശുദ്ധനായ ഒരുവനെ തൊട്ട് അവനെ ശുദ്ധനും അതേ സൗഖ്യമുള്ളവനുമാക്കി തീർക്കുവാൻ അവന്റെ നേരെ തന്റെ കരം അവിടെ നീട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മീയ മണ്ഡലത്തിലെ ക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ ഒരു ചരിത്രമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്നെ അറപ്പും വെറുപ്പും ഉള്ളവരായി കണ്ട് അനേകരും നിർത്തുമ്പോൾ മാറി നിൽക്കുമ്പോൾ നിന്റെ കഷ്ടതയുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ മാർവോട് ചേർത്ത് നിർത്തി അതെ നിന്റെ കണ്ണുനീരിനെ തുടച്ച് അതേ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തുക മാത്രമല്ല, താൻ ഇരിക്കുന്നിടത്ത് നിന്നെയും കൊണ്ടിരുത്തുവാൻ തക്കവണ്ണം മടങ്ങി വരാമെന്ന് പറഞ്ഞ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന തിരുവചന സത്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദുഷ്ടന്റെ കൂടെ കൂടി സമയം കളയാതെ, പാപിയുടെ കൂടെ കൂടി സമയം കളയാതെ, പരിഹാസിയുടെ കൂടെ കൂടി സമയം കളയാതെ വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, അവന്റെ വരവിന് വേണ്ടി വിളക്കിൽ എണ്ണയോടുകൂടെ കരുതിയ 5 ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരുങ്ങിയിരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവിങ്കൽ തള്ളപ്പെട്ടു പോകാതിരിപ്പാൻ, ശുദ്ധിയുള്ളവരായിരിക്കാൻ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം ഈ മീഡിയയിലൂടെ
ആമേൻ അതെ നിങ്ങളുടെ കാതുകളിൽ കേൾക്കത്തക്ക വിധത്തിൽ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണത്തക്ക വിധത്തിൽ ആമേൻ ക്രമീകരണം ചെയ്ത ആമേൻ വിശുദ്ധനെന്ന് എണ്ണി, ആമേൻ വിശ്വസ്തനെന്ന് എണ്ണി, ആമേൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിലും ആമേൻ ഈ വചനം ശുശ്രൂഷിപ്പാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ശ്രോതാവിന്റെ ജീവിതത്തിൽ ആമേൻ കഷ്ടതകളും വേദനകളും പ്രതികൂലങ്ങളും തളർത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിന് ശാശ്വത പരിഹാരം നൽകുവാൻ കഴിയുന്ന യേശു കർത്താവ് നൽകിയ അധികാരത്തോടെ ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് അലട്ടുന്ന എല്ലാ ഭാരങ്ങളും വേദനകളും രോഗങ്ങളും പീഡകളും ബാധകളും യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 25, 26, 27 വാക്യങ്ങളിലൂടെ ആമേൻ ദൈവസഭയിൽ അംഗമായിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു: ഭർത്താക്കന്മാരെ ക്രിസ്തുവിൻ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ആമേൻ. ഒരുപക്ഷെ ചോദിക്കും, എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി ആമേൻ അതെ ഈ വചന ശുശ്രൂഷയുടെ ഇടയിൽ ആമേൻ ഇപ്രകാരം ഒരു വചനം വായിക്കുവാൻ ഇടയായി തീർന്നതെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പല ഭവനങ്ങളും അശുദ്ധമായി കൊണ്ടിരിക്കുകയാ, പലരുടെയും ജീവിതം അശുദ്ധമായി കൊണ്ടിരിക്കുകയാ, പലരുടെയും തലമുറകൾ അശുദ്ധമായി കൊണ്ടിരിക്കുകയാ. കർത്താവിന്റെ വരവിങ്കൽ തള്ളപ്പെട്ടു പോകാതെ ആമേൻ കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഓരോ ഭവനങ്ങളെയും ആമേൻ ദുഷ്ട പിശാച് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ കൃപ ലഭിച്ച ദൈവസഭയിലെ അംഗങ്ങൾ തിരുവചന പ്രകാരം ശുദ്ധിയുള്ളവനായി തീരുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എഴുതിയ വചനം അതേ ശ്രോതാക്കളെ കാതുകളിൽ കേൾക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഓർപ്പിക്കുമ്പോൾ അതേ ക്രിസ്തു ആമേൻ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അതെ സ്നേഹിപ്പാൻ കഴിയാതെ വിഘടിച്ചിരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ മടങ്ങി വരവിന് മുമ്പ് സഭ എടുക്കപ്പെടുമ്പോൾ അക്കൂട്ടത്തിൽ എടുക്കപ്പെടുവാൻ ദൈവം ആമേൻ നിന്നെയും കണ്ടിരിക്കുന്നത് കൊണ്ട് കുടുംബ ജീവിതത്തിലെ ക്രമക്കേടുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പരിഹരിച്ചു തരുവാൻ ആഗ്രഹിക്കുകയാ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. കുറവുകളുണ്ട്, ആമേൻ അതെ ബലഹീനതകളുണ്ട്, ആമേൻ. എന്നാൽ അതെ പാപികളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് നീതിമാന്മാരെ അല്ല പാപികളെ അത്ര രക്ഷിപ്പാൻ വന്നത്. അത് കുറവുകളുണ്ട്, പാപമുണ്ട്, അതെല്ലാം ആമേൻ മനസ്സിലാക്കി ആമേൻ സഭയെ സ്നേഹിച്ചതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഹല്ലേലൂയ. അവനവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഹല്ലേലൂയ സഭ ആമേൻ കളങ്കമില്ലാത്തതായിരിക്കണം. ഹല്ലേലൂയ. ചുളുക്കമില്ലാത്തതായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ അത് ഇടയാകേണ്ടതിന് ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ട് കഴുകൽ പ്രാപിച്ച് ആമേൻ കർത്താവിന്റെ വരവിന് വേണ്ടി തങ്ങളെ തന്നെ സൂക്ഷിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. എബ്രായ ലേഖനം 9:13-14 വായിക്കുമ്പോൾ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ചില കുടുംബങ്ങളെ ചില വ്യക്തികളെ അത് ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ എനിക്ക് മനസ്സുണ്ട് എന്ന അവന്റെ വാക്കുകൾ ആമേൻ അതെ യേശു പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് ഹല്ലേലൂയ ശുദ്ധമാക്കുവാൻ. അവന്റെ വാക്കുകൾ എന്തുകൊണ്ടാണ് അങ്ങനെ വെളിയിൽ വരുവാൻ ഇടയായി തീർന്നത്? അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഒരു കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുവാൻ മനസ്സുണ്ട് എന്ന് അവൻ പറയുവാൻ കാരണം ആമേൻ അവൻ വെളിച്ചമായിരുന്നു. ആമേൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത്
നടക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ എന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. ഹല്ലേലൂയ. ആ കുഷ്ഠരോഗിയെ ആമേൻ തന്റെ കൈകൊണ്ട് തൊട്ട് തന്റെ സ്നേഹത്തെ അവിടെ വെളിപ്പെടുത്തി ആമേൻ തന്നെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്ത് ചെയ്യുന്നു? നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ അപരാധ നിമിത്തം ആമേൻ കുറ്റം ആമേൻ പേറി കഴിയുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, പൂർവ്വ പിതാക്കന്മാരിലൂടെ ആമേൻ കടന്നു വന്ന ആമേൻ ക്രമക്കേടുകൾ നിമിത്തം തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ആദാമ പാപം തൊട്ട് ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ എല്ലാം അവിടുത്തെ രക്തം കൊണ്ട് കഴുകി നിന്നെ ശുദ്ധീകരിപ്പാൻ, നിന്നെ നിർമ്മല മനസാക്ഷിക്ക് ഉടമയാക്കി മാറ്റുവാൻ ശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തമാകയാൽ ഇന്ന് രാത്രി ആ രക്തത്തിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഇടയായാൽ, കാൽവറിയിൽ ഒഴുക്കിയ രക്തം നിന്റെ പാപത്തെ കഴുകി നിന്നെ നിർമ്മല മനസാക്ഷി ഉള്ളവനാക്കി നിത്യജീവൻ അവകാശിയാക്കി മാറ്റുവാൻ ശക്തിയുള്ളതാകയാൽ ഇന്ന് രാത്രി കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതേ സഹായത്തിനായി തന്റെ അടുക്കൽ വന്നിട്ടുള്ള ആരെയും കർത്താവ് ഉപേക്ഷിച്ചതായി സത്യവേദ പുസ്തകത്തിൽ എവിടെയും കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ആളുകൾ തന്നോട് അപേക്ഷിച്ചിട്ടുള്ളതെല്ലാം അത് ചെയ്തു കൊടുക്കുവാൻ യേശു എപ്പോഴും സന്നദ്ധനായിരുന്നു. ഹല്ലേലൂയ. അവൻ അത് കഴിയുമായിരുന്നു. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലേക്ക് മടങ്ങേണ്ട സമയമായപ്പോൾ അത് ശിഷ്യന്മാർ ദുഃഖിതരായി ആമേൻ യേശു അവരുടെ ഭയം പരിഹരിച്ച് അവരെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. അതെ, അവനെ അനുഗമിച്ച തന്റെ മക്കൾ ദുഃഖിച്ചിരിക്കുന്നത് കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഭാരപ്പെട്ടിരിക്കുന്നത് കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നിരാശപ്പെട്ടിരിക്കുന്നത് കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവനെ കൈക്കൊണ്ട് അവന്റെ മക്കൾ എന്ന പദവിയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ അനാഥനാണെന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ ആമേൻ ലോകം നിന്നെ അകറ്റി നിർത്തുമ്പോൾ, പുച്ഛിക്കുമ്പോൾ ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, അതെ നീ ഒറ്റയ്ക്കല്ല, നിന്നോട് കൂടെ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവപുത്രനായി ക്രിസ്തു ആമേൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ഹല്ലേലൂയ. ആമേൻ. അതെ, ഈ ഭൂമിയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ആമേൻ താൻ വന്നിടത്തേക്ക് തിരികെ പോയെങ്കിലും മറ്റൊരു കാര്യസ്ഥനെ നമ്മോട് കൂടെ ഇരിക്കുവാനായിട്ട് അയച്ചിട്ടുണ്ട്. അവന്റെ പേരത്രേ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതെ, 26-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതേ സഹോദരി, താങ്കൾ ഒറ്റയ്ക്കല്ല. അതേ സഹോദര, താങ്കൾ ഒറ്റയ്ക്കല്ല. കൂടപ്പുറപ്പെ, താങ്കൾ ഒറ്റയ്ക്കല്ല. അഭിഷക്തനെ, താങ്കൾ ഒറ്റയ്ക്കല്ല. ഒറ്റക്കാണെന്നുള്ള ചിന്ത പലപ്പോഴും അകത്ത് വന്ന് ഒതുങ്ങി പോകത്തക്ക വിധത്തിൽ ദുഷ്ടപിശാച് നിന്നെ ആമേൻ തകർക്കുവാനായി പ്രബലപ്പെടുമ്പോൾ, അത് ഇന്ന് രാത്രി നീ വചനം വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ചയെ നിന്റെ മേൽ പകർന്നു തന്ന് നിന്നെ ജയത്തോടെ മുമ്പോട്ട് നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എങ്കിലും അതേ പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പരിശുദ്ധാത്മാവിനെ അവരുടെ അടുത്തേക്ക് അയച്ചുകൊണ്ട് അവൻ തന്റെ വചനത്തെ എന്ത് ചെയ്യാണ്? ശക്തിയോടെ വെളിപ്പെടുത്തുകയാണ്. അവൻ കരുതലുള്ള രക്ഷകനാണെന്ന് ആമേൻ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി നീ കരയണ്ട, ആമേൻ നീ നിരാശപ്പെടേണ്ട. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഓ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ? എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ?
കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും ധാരയിൽ. എൻ്റെ കരത്തിൽ നിന്നെ വഹിച്ചു, എന്നും നടത്തിയിടും ധാരയിൽ. ആമേൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. ഓ, ഇന്ന് രാത്രിയിലും ആമേൻ കലങ്ങിയ കണ്ണുമായി തകർന്ന ഹൃദയവുമായി നീ ഭാരത്തോടായിരിക്കുന്നുവോ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ആമേൻ. ഞാൻ നിന്റെ അടുക്കൽ വരുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് രാത്രി അവന്റെ വചനവുമായി നീ ഇരിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരികയാണ്. അതേ സഹോദരി, ആമേൻ, നിന്റെ ഭർത്താവ് രോഗിയായി, നിന്റെ ഭാര്യ രോഗിയായി, നിന്റെ മക്കൾ രോഗിയായി, അതേ മാറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് നീ ഒതുങ്ങിപ്പോകുകയാണെങ്കിൽ ഇന്ന് രാത്രി അവൻ നിന്റെ അടുക്കൽ സൗഖ്യദായകനായി വരികയാണ്. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നുവെന്ന് ഹല്ലേലൂയ ഞാൻ എൻ്റെ വചനം അയച്ച് നിങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് അതേ വചനത്തിൽ പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. ഈ ലോകം നിനക്ക് എതിരായേക്കാം, ഈ ലോകം നിനക്ക് പ്രതികൂലമായേക്കാം, എന്നാൽ അനുകൂലമായ ഒരുവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്ന നിനക്ക് അനുഭവിപ്പാൻ കഴിയും. അത് വിശ്വസിക്കുന്നവർ കരപടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിനെ അരികിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ കർത്താവ് ആമേൻ പറഞ്ഞ വാക്ക് അതുപോലെ വിശ്വസിച്ച ഒരു കൂട്ടരുണ്ട്. ആമേൻ. അവര് ആമേൻ ഒരു മുറി തെരഞ്ഞെടുത്തു. ആ മുറിക്കകത്ത് 120 അംഗങ്ങളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും ഒന്നും അതങ്ങ് വിശ്വസിച്ചില്ലെന്നേ. ഇന്നും ഉണ്ട് ആമേൻ ഈ വചനമൊന്നും അതുപോലെ വിശ്വസിക്കുവാൻ പറ്റത്തില്ലാത്ത ആൾക്കാർ. പ്രൈസ് ദി ലോർഡ്. അവരോടൊന്നും വിരോധമൊന്നുമില്ല. ആമേൻ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ആമേൻ. അത് ഇന്ന് പകലിലും കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 120 പേരടങ്ങിയ ഒരു കൂട്ടം ആമേൻ അതെ ഒരു റൂമിനകത്ത് കയറിയിരുന്നു കേട്ടോ. ആമേൻ. ആ റൂമിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് ഇത് മർക്കോസിന്റെ മാളിക മുറിയായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വീട് പണിയുമ്പോൾ ഒരു വലിയ മുറി പണിയുന്നത് നല്ലതാ. കുറച്ചു പേരൊക്കെ വന്ന് കൂടിയിരിക്കാൻ ആമേൻ പറ്റുന്ന ഒരു റൂമുള്ളത് നല്ലതാ. അക്കാലത്ത് അങ്ങനെ ഒരു റൂം പണിതിട്ടിരുന്നത് കൊണ്ട് 120 പേർക്ക് ഒരുമിച്ചിരിക്കാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 120 പേര് കൂടിയിരുന്നിട്ട് അവർ ചീട്ട് കളിക്കുകയോ കുപ്പി പൊട്ടിക്കുകയോ കപ്പ ബിരിയാണി ഉണ്ടാക്കുകയോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയോ ഒന്നും അല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ലോക്ക്ഡൗൺ അല്ലേ, വീട്ടിനകത്തിരുന്ന് ചീട്ട് നിരത്തി കളിക്കുന്ന പരിപാടി അല്ലായിരുന്നു അവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നത്. സംഘം ചേർന്നിരുന്ന് പല കളികൾ കളിക്കുന്നവരുണ്ട്, കാരംസ് കളിക്കുന്നവരുണ്ട്, പിന്നുണ്ട് ഗോട്ടി കളിക്കുന്നവരുണ്ട്, പിന്നെ ചൂത് കളിക്കുന്നവരുണ്ട്, അങ്ങനെ പല പല കളികൾ നടത്തുന്നവരുണ്ട്. എന്നാൽ 120 പേരടങ്ങുന്ന സംഘം അവിടെ വിവരിക്കുന്നുണ്ട് ആരൊക്കെയാണെന്ന്. യേശുവിനെ ഈ ഭൂമിയിൽ ആമേൻ ജനിക്കുവാനായി ദൈവം ഉപയോഗിച്ച മറിയ ഉണ്ടായിരുന്നു. ആമേൻ. അതെ, കൂടാതെ അനേക സ്ത്രീകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 120 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആമേൻ കർത്താവിന്റെ വാഗ്ദത്തം പ്രാപിപ്പാനായി ഇന്ന് രാത്രി വാഗ്ദത്തം കേട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. വാഗ്ദത്തം പ്രാപിക്കുവാനായി കാത്തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ. വാഗ്ദത്തം പ്രാപിക്കാനായി ഗ്രൂപ്പ് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ആമേൻ. അതേ ഗ്രൂപ്പ് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച സംഘം ഇരുന്ന ആ റൂം മർക്കോസിന്റെ മാളിക മുറിയായിരുന്നു. എന്നാൽ ആ മാളിക മുറിക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് ആ വാഗ്ദത്തം ചെയ്ത ദൈവം അത് തന്റെ പുത്രൻ പറഞ്ഞത് അത് അയക്കുവാൻ തക്കവണ്ണം ഇടയായി. അത് പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ഈ പെന്തക്കോസ്ത് നാൾ എന്ന് പറയുമ്പോൾ ആമേൻ അതെ ഇസ്രായേൽ മക്കൾക്ക് ആമേൻ ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു, പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. അവരുടെ പെരുന്നാളിന്റെ പേരാണ് പെന്തക്കോസ് പെരുന്നാൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ കൂടി വരുന്ന ആളുകൾ അവിടെ വന്നു പോയി ദൈവത്തെ പ്രസാദിപ്പിച്ച് ആ സമയത്തായിരുന്നു ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ശിഷ്യന്മാർ കേട്ടതും അവർ പ്രാപിക്കുവാനായി ഒരുങ്ങിയിരുന്നതും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവർ ഒരുങ്ങി ആമേൻ ഇരുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ
പെന്തക്കോസ്ത് പെരുന്നാളിന് എല്ലാവരും കൂടി വരുന്ന സമയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കുവാനായി കൂടി വരുന്ന സമയത്ത് ആമേൻ കർത്താവിങ്കിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവാൻ അതിനകത്ത് നിന്ന് ഒരു ചെറിയ കൂട്ടം ഒരു റൂമിനകത്തേക്ക് കയറി ആമേൻ അവർ കേട്ടത് പ്രാപിക്കാനായിട്ട്. ഇന്ന് രാത്രി ആളുകളുടെ പെരുപ്പത്തിലല്ല, ആത്മാക്കളുടെ ഒരുക്കത്തിൽ പ്രവർത്തിക്കുന്നവനായ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്തെ, ഹല്ലേലൂയ, എണ്ണത്തിന്റെ പെരുപ്പത്തിലല്ല, ആളുകളുടെ പെരുപ്പത്തിലല്ല, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അറിഞ്ഞ് ഇന്ന് രാത്രിയിലും അതേ ആത്മാവിനെ പകരുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ഒരു കൂട്ടം ആളുകൾ പെന്തക്കോസ്ത് പെരുന്നാളിൽ പങ്കെടുക്കുവാൻ തകൃതരായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നിന്നൊരു ചെറിയ കൂട്ടം അതേ മർക്കോസിന്റെ അതേ റൂമിനകത്ത് കയറി ആമേൻ ഇരുന്നു. ഹല്ലേലൂയ. അവരിരുന്നതിന്റെ ഉദ്ദേശം ആമേൻ പിതാവായ ദൈവത്തിൽ നിന്ന് തന്റെ പുത്രൻ അയക്കാമെന്ന് പറഞ്ഞ ആ ആത്മാവിനെ പ്രാപിക്കുവാനുള്ള വാഞ്ചയോടെ ആഗ്രഹത്തോടെ ആയിരുന്നു. കാരണം ആ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ ലോകത്തിന്റെ അറ്റത്തോളം പോകുവാൻ അതേ ആമേൻ നിയോഗമുണ്ടെങ്കിലും ആമേൻ അതേ അവസരമുണ്ടെങ്കിലും ഭയം കാരണം പോകുവാൻ കഴിയാതെ അത് ഒതുങ്ങി കഴിയുന്ന ശിഷ്യന്മാരെ ഭയം കൂടാതെ മുമ്പോട്ട് പോകുവാൻ ഉയരത്തിലെ ആ ശക്തിയാൽ, ഉയരത്തിലെ ജ്ഞാനത്താൽ, ഉയരത്തിലെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ശക്തനായവന്റെ വാക്ക് കേട്ട് ഇരുന്നവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നെന്ന് ഇന്ന് രാത്രി അതേ മൂക്കുവൻ എന്ന് പറഞ്ഞ് ഒതുക്കാൻ നോക്കിയവർ, സാമാന്യ ജനമെന്ന് പറഞ്ഞ് ഒതുക്കാൻ നോക്കിയവർക്ക് ആശങ്കരായി ആമേൻ തുറിച്ചു നോക്കത്തക്ക വിധത്തിൽ ഉയരത്തിലെ ജ്ഞാനത്താൽ ആത്മാവിന്റെ അഭിഷേകത്താൽ നിയോഗം പ്രാപിച്ച് അതേ മുമ്പോട്ട് പോകുന്ന അഭിഷക്തന്മാരെ കണ്ടപ്പോൾ ഇവർ സാമാന്യരായിരുന്നെങ്കിലും ഒരു അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ഇവരുടെ വാക്കുകളിലൂടെ, ഇവരുടെ സ്പർശനത്തിലൂടെ, ഇവരുടെ നിഴലിലൂടെ സംഭവിക്കുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ട് ആമേൻ അതേ നിഷേധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഭൂതങ്ങൾ അലറുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, പാപികൾ മനം തിരിയുന്നു. അസാധാരണമാകുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ തുടക്കം ആ മുറിക്കകത്ത് ആത്മാവ് ചലിച്ചപ്പോൾ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന അഭിഷക്തനെ, സഹോദര സഹോദരി, കൂടപ്പറപ്പ്, നീ കേട്ട വാഗ്ദത്തം നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ, നിന്റെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, നിന്നെ പകയ്ക്കുന്നവർ, ആമേൻ നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവർ, ഓ നിനക്കെതിരെ ശബ്ദമുയർത്തുന്നവർ, ആമേൻ തുറിച്ചു നോക്കി ആമേൻ വായടച്ച് നിൽക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ നിനക്ക് അനുകൂലമായി ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതേ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ആമേൻ, ആമേൻ. ഈ ഒന്നിച്ചു കൂടണം കേട്ടോ, ഒരുമിച്ച് കൂടണം കേട്ടോ. പക്ഷേ ഇന്നത്തെ കാലത്ത് കൊറോണ നിമിത്തം പ്രത്യേകിച്ച് ഞങ്ങളുടെ പാലക്കാട് നെന്മാറയിൽ ലോക്ക്ഡൗണ് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ, ട്രിപ്പിൾ ലോക്ക്ഡൗണാ. ആമേൻ, ഞങ്ങളുടെ നാട്ടിൽ കൊറോണ ശക്തമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് മറ്റുള്ളയിടത്തെല്ലാം ഇളവുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടിൽ ഇളവില്ല. കാരണം കൊറോണ ആമേൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ നടുവിലും കൂടിയിരിക്കുവാൻ മനസ്സോടെ ആമേൻ ഇന്ന് രാത്രി ഈ മീഡിയയിലൂടെ വന്നിരിക്കുന്ന ദൈവമക്കളെ, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവൻ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിഞ്ഞ 4 ദിവസം മുമ്പ് കുവൈറ്റിൽ നിന്ന് ആമേൻ ഒരു അഭിഷക്തൻ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചത്, ആമേൻ പാസ്റ്ററെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിങ്ങളുടെ സഹോദരിയുടെയൊക്കെ ആമേൻ ആ മുഖവും നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ ചാട്ടമൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് കൊറോണ ഇല്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, അതെ ഇവിടെ കൊറോണ കൂടുതലാണ്. അയ്യോ ഇത് കാണുമ്പം ഞങ്ങൾക്ക് അസൂയ. ആമേൻ, കൊറോണയുള്ള നാട്ടിൽ നിന്നാണോ ഇത്ര സന്തോഷത്തോടെ, ഇത്ര ശക്തിയോടെ, ഇത്ര ആവേശത്തോടെ പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്? ഞാൻ പറഞ്ഞു, കൊറോണ രൂക്ഷമാണ്. ഞങ്ങളുടെ നാട്ടിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിൽ ലോക്ക്ഡൗൺ ആണ്. എല്ലാ മൂലയും മുക്കും അടച്ച് പൂട്ടിയിരിക്കുകയാണ്. പോലീസുകാരാണെങ്കിൽ ഒരു ഭാഗത്ത്, ആമേൻ ഹെൽത്ത് ആൾക്കാർ ഒരു ഭാഗത്ത്, പഞ്ചായത്തിൻ്റെ ആൾക്കാർ ഒരു ഭാഗത്ത്, അങ്ങനെ വീർപ്പ് മുട്ടി ആമേൻ ജനമെല്ലാം ആകെ പരിഭ്രാന്തരായിരിക്കുമ്പോഴും ആമേൻ അദ്ദേഹം പറയുക, അയ്യോ നിങ്ങളുടെ പരിപാടി കാണുമ്പോൾ അവിടെ കൊറോണ ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇത്ര ആഹ്ലാദത്തോടെ, ഇത്ര സന്തോഷത്തോടെ, ആമേൻ ഇത്ര ആനന്ദത്തോടെ, ഹല്ലേലൂയ, അതിൻ്റെ നടുവിലും, ഇത്ര പ്രതികൂലത്തിൻ്റെ നടുവിലും, ഇത്ര പ്രതിസന്ധിയുടെ നടുവിലും പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന തിരുവചനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക.
പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, 120 പേര് അടങ്ങുന്ന ചെറിയ ഒരു സംഘം ഒരു മുറിക്കകത്ത് എന്ത് ചെയ്തു? ഹല്ലേലൂയ. ഞങ്ങൾ 4 പേരുണ്ട്. ആമേൻ. ഞാനും എൻ്റെ ഭാര്യയും ആമേൻ എൻ്റെ 2 കുഞ്ഞുങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കൊറോണയുടെ നടുവിലും ആമേൻ ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണം വലിയ ആ ഗാംഭീര്യതയൊന്നുമില്ല, വലിയ ട്യൂണൊന്നുമില്ല, വലിയ പറയത്തക്ക കഴിവൊന്നുമില്ല. കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം നിന്ന് അങ്ങ് പാടുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. കിന്നരം വായിച്ചപ്പോൾ ആമേൻ അതെ ദുരാത്മാക്കൾ എന്ത് ചെയ്തു? ഇളകിയെന്ന. പ്രൈസ് ദി ലോർഡ്. അവിടെ ട്യൂണ് നോക്കിയൊന്നുമല്ല. ആമേൻ. പലരും പറയാറുണ്ട്, പലരും കമന്റ് ഇടാറുണ്ട്. കമന്റ് ഇടുന്നവർക്കായി സ്തോത്രം, വിമർശിക്കുന്നവർക്കായി സ്തോത്രം, ആമേൻ തിരുത്തപ്പെടുവാൻ പറയുന്നവർക്കായി സ്തോത്രം. എല്ലാം നന്നായി ചെയ്യുന്ന ഒരു അപ്പൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഞങ്ങളോട് കൂടെയല്ല, ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരോടും കൂടെയുണ്ട്. കരപിടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതുവരെ അവർ പഠിച്ച ഭാഷയിൽ അവർ എന്തൊക്കെയോ പറഞ്ഞ് സമയം പോക്കിയെന്നല്ല, ആ കൂടിയിരുന്നവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്ത ഭാഷയിൽ അവരെന്ത് ചെയ്തു? സംസാരിച്ചു തുടങ്ങി. പ്രിയരെ, ആമേൻ, അതെ രക്ഷകന്റെ കരുതലുള്ള ഹല്ലേലൂയ ആ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. അതെ, ഞങ്ങളുടെ രക്ഷകന്റെ കരുതലുള്ള സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയുമോ? അതെ, നിങ്ങൾ ഇപ്പോൾ അവനിൽ നിന്ന് മുന്നോട്ട് പോയി ഒരു ജീവിതം ഹല്ലേലൂയ ആമേൻ ഒന്ന് ഓർക്ക്. ഹല്ലേലൂയ ആമേൻ. നിങ്ങൾ അവനിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ അതോ അവനോട് അടുത്തിരിക്കുന്നുവോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ അകന്നാണെങ്കിൽ അവനോട് അടുത്ത് വരുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ അവനോട് അടുത്തായിരിക്കുന്നെങ്കിൽ ഒന്നും കൂടെ അവനിൽ നിന്ന് ആമേൻ ചിലത് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് മാത്രമാണ്. ആമേൻ. പാപം ചെയ്ത് ദൈവത്തിൽ നകന്നു പോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നു. ആമേൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ. എല്ലാവരും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. ഇന്ന് രാത്രി ദൈവത്തോട് അടുക്കുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആമേൻ. നീ സുവിശേഷം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം നീ വിശ്വസിക്കണം. എന്താ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് അതെ ആമേൻ ഈ ഭൂമിയിൽ നാടെങ്ങും നന്മ ചെയ്ത് തിരുവെഴുത്തും പ്രകാരം അതെ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗെ നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം അത്രേ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാൽ ജീവിതത്തിലെ വെല്ലുവിളികളെയും ഹല്ലേലൂയ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെയും ഹല്ലേലൂയ ഞങ്ങളുടെ രക്ഷകന്റെ ആ കരുതലിലുള്ള സ്വഭാവത്തിലേക്ക് ആമേൻ നിങ്ങളെ ആമേൻ അതെ അകറ്റുവാൻ ആമേൻ ഇടയാകുന്ന ഒരു ക്രമക്കേടിലേക്കും പോകുവാൻ ഇടയാകാതെ ഇന്ന് രാത്രി നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഈ ദൈവവചനത്തോട് ബന്ധം പുലർത്തി അതെ ഇത് വായിച്ച് ഇത് ഗ്രഹിച്ച് ജീവിക്കാൻ തയ്യാറായാൽ അവൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ട് ഇരുത്തുവാൻ വരുമെന്ന് പറഞ്ഞ കർത്താവ് വരുമ്പോൾ തള്ളപ്പെട്ടു പോകാതെ അവനോട് കൂടെ എടുക്കപ്പെടുവാനും ആ പരദീസയിൽ ഇരിക്കുവാനുള്ള അവസരം, അവനോട് കൂടെ സന്തോഷിക്കുവാനുള്ള അവസരം ആമേൻ ലഭിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ആ സാക്ഷ്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ ഹല്ലേലൂയ ആ വെല്ലുവിളികളോ പ്രശ്നങ്ങളോ വന്നിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഇന്ന് രാത്രി അതിനെയെല്ലാം പരിഹരിച്ച് നിങ്ങളെ അതേ നേർവഴിയിൽ മുമ്പോട്ട് നയിക്കുവാൻ കഴിയുന്ന ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി വിശ്വസിക്കുന്ന നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ, നിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടുത്തി ഹല്ലേലൂയ നയിപ്പാൻ ശക്തനായ ദൈവത്തോട് എന്ത് ചെയ്യണം? വിശ്വസ്തത പുലർത്തുകയും ഹല്ലേലൂയ അവനെ ആരാധിക്കുകയും യേശുക്രിസ്തുവിന്റെ ആ സ്നേഹ നിർബന്ധ കുറിച്ച് നിങ്ങൾ തീർച്ചയായും ആമേൻ സാക്ഷ്യം പറയത്തക്ക വിധത്തിൽ നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തുകയും ചെയ്യും. ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോയതുപോലെ വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. എത്ര കഷ്ടതയായാലും, എത്ര പ്രതികൂലമായാലും, എത്ര പ്രതിസന്ധിയായാലും ആമേൻ അവൻ വരിക തന്നെ ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്.
അതെ, മരണത്താൽ ആമേൻ അവനിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയാകത്തില്ല. കാരണം മരണത്തെയും പാതാളത്തെ അതിജീവിച്ചവൻ. എന്തിനാ മരണത്തിലേക്ക് പോയത്? അതേ സഹോദര സഹോദരി, നിന്റെ ഈ ഭൂമിയിലെ ശിഷ്ടായുസ് അല്പകാലമേ ഉള്ളൂ. നീ മരിച്ച് മണ്ണോട് മണ്ണായാലും അവിടേക്ക് ഇറങ്ങി വന്നിട്ട് നിന്നെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുവാൻ അവനും അവിടേക്ക് പോയവനാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, നിന്നെ ഉയർപ്പിക്കുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ അവൻ ശക്തിയുള്ളവനാണ്. കണ്ണുകളെ അടച്ചാട്ട് സന്തോഷമുള്ളവർ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ഒരു പരാജയനായി ഒതുങ്ങിത്തീരുവാനല്ല ദൈവപുത്രനായി ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യേശു കരുതലുള്ള രക്ഷകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും, നിങ്ങളെ അനാഥനായി വിടാത്ത നല്ല കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യത്തിനായി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. കണ്ണുകൾ അടച്ചാട്ടെ. കരുണയിൽ സമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്ന് തിരുവചനത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് കരുതലുള്ള ഒരു ദൈവമാണ്. ആ കരുതല് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിലെ മാനവരാശിക്ക് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, വെല്ലുവിളികളെ അതിജീവിക്കുവാനും അതേ നിത്യസ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുവാനും അവിടുത്തെ വചനപ്രകാരം ജീവിക്കുവാനും അവിടുത്തെ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആമേൻ ആ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുവാനും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവേ, കഷ്ടതയുടെ നടുവിലും പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും പിതാവിൻ്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്താട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ നാമം ചൊല്ലി ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈ സന്ദേശം കേട്ട് ആരെങ്കിലും ഇന്ന് രാത്രി ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ, അല്ല വരും ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കപ്പെടുന്നുവെങ്കിൽ, അവരെ അവിടുത്തെ മകനായി മകളായി സ്വീകരിച്ച് അവിടുത്തെ സമാധാനവും സന്തോഷവും നൽകി ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കും. രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകും. തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുക്കണം. കർത്താവെ, കടഭാരത്താൽ ഭാരപ്പെടുന്നവരുടെ വിഷയങ്ങളുടെ മേൽ നീക്കുപോക്ക് നൽകണം. കർത്താവെ, ആകുലരായി കഴിയുന്ന, നിരാശരായി കഴിയുന്ന, ഭാവിയെക്കുറിച്ച് ഓർത്ത് ആമേൻ അതെ സങ്കടപ്പെടുന്ന എല്ലാ വ്യക്തികളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത ആമേൻ അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അച്ചു സനൽ, ആമേൻ മുരളി കെ, ഫസ്റ്റേൽ ജോസ്, ആമേൻ അതെ ശോഭ ആർ, ബിജു പി ആർ, ആമേൻ കല സുകുമാരി, ആമേൻ രവി വി പീറ്റർ, ഹല്ലേലൂയ. അതുപോലെ ആമേൻ തോമസ് ജോൺ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ അതെ അരുൺ ചന്ദ്രൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തോമസ് എബ്രഹാം, ആമേൻ അങ്കിൾ, അവരെല്ലാം ഓർത്ത് അനേക പ്രിയപ്പെട്ടവർ, അവരുടെ പേരുകൾ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. ആമേൻ ഇവരെല്ലാം ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി ലീലാമ്മ ജോസ് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. നല്ല പിതാവേ, തിരുമേനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹപ്പെട്ട ഈ രാത്രികാലം കർത്താവേ, നിന്റെ ദാസൻ പറയപ്പെട്ട പേരുകൾ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പേര് കാണാത്ത പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവേ, ഏത് വിഷയത്തിന്മേൽ പൂർണ്ണമായി സൗഖ്യപ്പെടുതൽ കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ട് കർത്താവേ, അവർക്ക് വിടുതൽ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവവചനം കേട്ട് കർത്താവേ സഹായിക്കണം. പേര് പറയപ്പെട്ട എല്ലാ വിശുദ്ധന്മാരുടെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ എല്ലാവരും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രാത്രികാലം പ്രാർത്ഥനയെ കുടുംബത്തെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചോടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുവാൻ വരവിന്റെ പ്രത്യാശത്തോടെ ഒരുങ്ങി നിൽക്കുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണം. പ്രാർത്ഥനയായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ആമേൻ. ഈ കൂട്ടായ്മയ്ക്ക് മുമ്പ് ആമേൻ ചില പ്രിയപ്പെട്ടവർ വിളിച്ചിരുന്നു. ആമേൻ. ചിലരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയെല്ലാം ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കലാ സിസ്റ്ററുടെ സഹോദരിമാർക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ആമേൻ ആമേൻ. അവരുടെ മകൻ ആമേൻ വരും ദിവസം ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുവാനായിട്ട് ആമേൻ ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഐസിയുലായിരുന്ന വാത്സല്യ സഹോദരി വാർഡിലേക്ക് മാറിയിരിക്കുന്നു. ആമേൻ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അതുപോലെ ആമേൻ അരുൺ ചന്ദ്രൻ ആമേൻ പ്രാർത്ഥിക്കണേ. ആമേൻ. ഹല്ലേലൂയ. വയ്യ ആമേൻ. അത് ആമേൻ കുടുംബത്തിന് വേണ്ടിയും ആമേൻ പ്രാർത്ഥന റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ആ കുടുംബത്തെ ദൈവം വിടുവിക്കട്ടെ, സൗഖ്യമാക്കട്ടെ. അവരെ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നീതിയോട് ഉത്തരമരുളുന്ന സ്വർഗത്തിലെ വലുവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി സൗഖ്യമായി വിടുതലായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അരുൺ ചന്ദ്രനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, തൻ്റെ കുടുംബത്തിന്മേൽ ആമേൻ തൻ്റെ ജീവിതത്തിന്മേൽ ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ആമേൻ ആ കുടുംബത്തിൽ ആമേൻ വെളിപ്പെട്ടു വരുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ അധികാരമുള്ള നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അത്ഭുതങ്ങളെ ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയിൽ ആമേൻ അംഗത്വമുള്ള ആമേൻ ബ്രദർ ബെന്നി യെസ് ആമേൻ ആമേൻ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ആയിരിക്കുന്നു. ആമേൻ. ഭാഗികമായി താൻ ദൈവിക അനുഗ്രഹങ്ങൾക്കായി, ദൈവത്തോട് അടുക്കുവാനായി, ദൈവകൃപകൾ പ്രാപിക്കുവാനായി ആമേൻ കർത്താവിൻ്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ ആഗ്രഹത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. തൻ്റെ ഉപവാസ പ്രാർത്ഥന വലിയ അനുഗ്രഹവും ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരുവാൻ, തൻ്റെ കുടുംബം, തൻ്റെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ ദിവസങ്ങളിൽ ആത്മശക്തി പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്വദേശത്തും വിദേശത്തും ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇതിൻ്റെ ഡാറ്റയുടെ ക്രമീകരണം ചെയ്ത ആമേൻ പ്രിയപ്പെട്ടവർ. അതുപോലെ തന്നെ ആമേൻ തത്സമയ പ്രാർത്ഥനയിൽ നാളെ വെള്ളിയാഴ്ചയാണല്ലോ, തത്സമയ പ്രാർത്ഥനയുണ്ട്. ദൈവമക്കളെ, ഈ സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം ആമേൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആമേൻ ഫേസ്ബുക്ക് ക്രമക്കേടിലൂടെ അനേകർ പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആമേൻ നമ്മുടെ ആമേൻ ഫേസ്ബുക്ക് സെക്യൂർഡ് ആക്കാൻ വേണ്ടി അതിൻ്റെ ഐഡി കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ ഇല്ലയോ എന്നുള്ളത് ആമേൻ പരിശോധിച്ചു വരികയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആമേൻ സ്നേഹതീരം പ്രയർ സെൻറ്റർ അനുദിന ചിന്ത എന്നുള്ള ആമേൻ അനുദിന ചിന്ത എന്നുള്ള പേരിലായിരുന്നു നമ്മുടെ ആമേൻ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ആമേൻ ഫേസ്ബുക്കിൻ്റെ ഐഡിയ പരിശോധിച്ചപ്പോൾ അങ്ങനെ ആമേൻ ഒരു പേര് ലോകത്തിൽ ആർക്കും ഇല്ല. ആമേൻ എനിക്കതിനെക്കുറിച്ച് വലിയ അറിവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ പേരിലാണ് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് അതിൻ്റെ ഐഡിയ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇൻഫോം ചെയ്തു. അവർ മെസ്സേജ് അയച്ചു, ഇമെയിൽ അയച്ചു. അപ്പോൾ എൻ്റെ വെരിഫിക്കേഷന് വേണ്ടി അവർ ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ ആമേൻ ID പ്രൂഫൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചില ദിവസങ്ങൾ കഴിഞ്ഞാലേ ക്ലിയർ ആകത്തുള്ളൂ. ഭാഗികമായി പേര് മാറിയിട്ടുണ്ട്. എൻ്റെ ഒഫീഷ്യൽ നെയിമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഷിജു ജോസ് എന്ന്. ആമേൻ. എന്നാൽ അത് ക്ലിയറായി വരാൻ വേണ്ടി ചില ദിവസങ്ങൾ എടുക്കുമെന്ന് ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. ആമീൻ. അതുകൊണ്ട് കഴിവതും ആമീൻ ഈ കൂട്ടായ്മയിൽ സഹകരിക്കുന്ന നിങ്ങൾ ആമീൻ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഷെയർ ചെയ്യണം. കാരണം എനിക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുവാനുള്ള അനുമതി കിട്ടിയിട്ടില്ല. ആമീൻ ലൈവ് ചെയ്യാം, പക്ഷേ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എനിക്കിത് ഫോർവേഡ് ചെയ്യുവാനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നത് വരെ ദയവായി ദൈവമക്കൾ, ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവർ മാക്സിമം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഇത് ഷെയർ ചെയ്യുവാൻ വേണ്ടി തയ്യാറാകുക. ആമേൻ. മറ്റുള്ളവർ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും നിങ്ങൾ ചെയ്യുക. എനിക്ക് ആമേൻ നേരിട്ടതുപോലെ അനേകർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആമേൻ. എന്നിരുന്നാലും ഇത് ആമേൻ അനേകർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, വിടുതലായി തീരേണ്ടതിന്
മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നാളത്തെ തത്സമയ കൂട്ടായ്മയിൽ കടന്നു വരിക. ആമേൻ. ഇത്രത്തോളം സമയം ആമേൻ നമ്മെ സഹായിച്ച, നമ്മെ ബലപ്പെടുത്തിയ, നമ്മെ ശക്തീകരിച്ച സർവ്വകൃപാലുവായ ദൈവത്തിന് നമ്മുടെ കരങ്ങളെ തട്ടി മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ആ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ ആമേൻ അത് ഉണ്ട്. ആമേൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. പ്രിയമുള്ളവരെ, വഷത്രം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്ടലോകത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ കടന്നു പോകേണ്ടതായ ഒരു സാഹചര്യം വന്നിരിക്കുക. കാരണം എന്താ? ആമേൻ സ്കൂളിൽ പോയി പഠിക്കുവാൻ പറ്റാത്ത സിറ്റുവേഷനിൽ സ്മാർട്ട് ഫോൺ വഴിയാണ്, ആമേൻ അതെ ഓൺലൈൻ വഴിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അവരുടെ ക്ലാസ് ആമേൻ നടന്ന് കഴിയുമ്പോൾ അവർക്ക് പഠിക്കണമെങ്കിൽ മൊബൈൽ വേണം. ആമേൻ. മൊബൈലിനകത്ത് ആമേൻ ഒരക്ഷരം മാറിപ്പോയാൽ അവരുടെ കണ്ണിൻ്റെ മുമ്പിലേക്ക് ഓടി വരുന്ന അശ്ലീലത നിറഞ്ഞ നിരവധി ആമേൻ സൈറ്റുകളും വീഡിയോ ക്ലിപ്പുകളും ഒക്കെ ആമേൻ അവൈലബിൾ ആണ്. ആമേൻ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ വഴിതെറ്റിപ്പോകുവാൻ സാധ്യതയുള്ള ലോകത്ത് ആമേൻ അതെ നമ്മുടെ അനുഗ്രഹീതമായ ദൈവദാസന്മാർ, ദൈവദാസിമാർ, വിശേഷ സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ ആമേൻ കുടുംബം, ആമേൻ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കഴിവ് ഉപയോഗിച്ച്, ഈ കൃപ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ വീഡിയോസ്, ഈ പാട്ടുകൾ ആമേൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആമേൻ. നിങ്ങൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്താൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ, നിങ്ങളുടെ സുഹൃത്തുക്കളോ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ യൂട്യൂബ് ആമേൻ അതെ ഓൺ ചെയ്യുമ്പോൾ ആമേൻ ആമേൻ കാണുവാനായിട്ട് കഴിയും. ആമേൻ അതെ ഒരുപക്ഷെ ഒരു വാക്കായിരിക്കാം, ഒരു വചനമായിരിക്കാം, ഒരു പാട്ടായിരിക്കാം. ആമേൻ ഒരു പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. കാരണം ജനഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ വചനമാണ് ആമേൻ രാവും പകലുന്നില്ലാതെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ അതെ മറ്റൊന്നും ആമേൻ ചിന്തിക്കരുത്. ഇത് വരുമാനമുണ്ടാക്കാനുള്ള ഒരു മാർഗമല്ല, സോഴ്സ് അല്ല. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഒരിക്കലും ഇതിൻ്റെ പുറകിൽ അങ്ങനെ ഒരു ചിന്തയില്ല. ആമേൻ മാക്സിമം ആമേൻ കർത്താവിൻ്റെ വചനം ലോകത്തിൻ്റെ അറ്റത്തോളം ഏതുവിധേനയും എത്തിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന കൃപകളും കഴിവുകളും ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. സന്തോഷമുള്ളവർ ആമേൻ അത് ഷെയർ ചെയ്യുവാനും അത് സ്വീകരിക്കുവാനും തയ്യാറാകുക. ബെൽ ബട്ടൺ അമർത്തുക. ആമേൻ ഷെയർ ചെയ്യുക. ആമേൻ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വെള്ളിയാഴ്ചയാണല്ലോ. നാളത്തെ തത്സമയ പ്രാർത്ഥനയിൽ താല്പര്യമുള്ളവർ, സമയവും സാഹചര്യമുള്ളവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഞായറാഴ്ച ആരാധനയുണ്ട്. 12:30-ക്കാണ് നാളത്തെ കൂട്ടായ്മയുള്ളത്. ഞായറാഴ്ചത്തെ കൂട്ടായ്മയും 12:30-ക്കാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളും സമയങ്ങളൊക്കെ അനുവദിക്കുന്ന പക്ഷം കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം അത് ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ 9744703489 എന്ന നമ്പറിലോ 9072903489 എന്ന നമ്പറിലോ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശുഭരാത്രി. ദൈവം അനുവദിച്ചാൽ നാളെ പകലും നാളെ രാത്രിയിലും നടക്കുന്ന കൂട്ടായ്മയും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ.